ഹലോ, ഞങ്ങളെ ശ്രീലങ്ക യാത്ര കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കൊച്ചി ടു ചെന്നൈ, ചെന്നൈ ടു ജാഫ്ന ശ്രീലങ്ക എയർപോർട്ട് കണക്ഷൻ ഫ്ലൈറ്റ് ആണ്. അങ്ങനെ ബോർഡിംഗ് പാസ് ഒക്കെ എടുത്ത് ഞങ്ങൾക്ക് ലോഞ്ചിൽ ആക്സസറീസ് ഉണ്ടായിരുന്നു, ക്രെഡിറ്റ് കാർഡ് ഉള്ള കാരണം. അങ്ങനെ ലോഞ്ചിൽ നല്ല ഫുഡ് ആയിരുന്നു, സൂപ്പും ഫ്രൂട്ട്സും ചപ്പാത്തിയും ചിക്കനും. അങ്ങനെ ഫുഡൊക്കെ അടിച്ച് ഇങ്ങനെ നടക്കുമ്പോഴാണ് നമ്മുടെ ബിഗ് ബോസ് താരം ജാൻമണിയെ പെട്ടെന്ന് കണ്ടത്. ഒരു വീഡിയോ ഒക്കെ എടുത്ത് നൈസായിട്ട്. അതേപോലെ തന്നെ രഞ്ജിനി ചേച്ചി ഉണ്ടായിരുന്ന അടുത്ത് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു സെൽഫിയും കാര്യങ്ങളൊക്കെ എടുത്ത് അപ്പോൾ ഫ്ലൈറ്റിന് ടൈമായി. അങ്ങനെ ഫ്ലൈറ്റിൽ ഇങ്ങനെ ചെന്നൈക്കുള്ള ഫ്ലൈറ്റാണ്, കണക്ഷൻ ഫ്ലൈറ്റ് ആയ കാരണം പെട്ടെന്ന് നാസറിന്റെ ബാക്കിൽ രഞ്ജിനി ചേച്ചി. ഞാൻ നൈസായിട്ട് വീഡിയോ ഒക്കെ എടുത്ത് ആളെ പെർമിഷൻ തന്നിട്ടാ. ആള് നൈസാണ്, അങ്ങനെ വലിയ ജാടും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ടി വി കാണുന്ന പോലൊന്നുമില്ല, ജാടൊന്നുമില്ല. അങ്ങനെ ഫ്ലൈറ്റിൽ സീറ്റ് കിട്ടി. സെൻട്രലാണ് എനിക്ക് സീറ്റ് ഉണ്ടായിരുന്നത് ചെന്നൈക്കുള്ളത്. ഇവിടുന്ന് 2 മണിക്കൂർ യാത്രയാണ് കൊച്ചി ടു ചെന്നൈ. ചെന്നൈ എയർപോർട്ടിൽ എത്തിയിട്ട് അവിടെ ചെന്നൈയിലെ ഇമിഗ്രേഷനൊക്കെ കയറി ചെന്നൈയിൽ നിന്ന് ജാഫ്ന എയർപോർട്ടിലേക്ക് ഒരു ചെറിയ ഫ്ലൈറ്റാണ്, കുഞ്ഞാണ്ട് ഫ്ലൈറ്റിൽ ഞാൻ ആദ്യമായിട്ട് യാത്ര ചെയ്യണം. ഇങ്ങനെ ചെറിയ ഫ്ലൈറ്റിൽ, നമ്മൾ വലിയ ഫ്ലൈറ്റിലല്ലേ യാത്ര ചെയ്തിരിക്കണേ. ഇതൊരു ചെറിയ ഫ്ലൈറ്റ് പറഞ്ഞാൽ അധികം ആളും ഇല്ല. ചെന്നൈയിൽ നിന്ന് ജാഫ്ന ശ്രീലങ്കയ്ക്ക് അധികം ആളില്ലാത്തതാണ് ചെറിയ ഫ്ലൈറ്റ്. അങ്ങനെ ജാഫ്ന എയർപോർട്ടിലെത്തി. ജാഫ്ന എയർപോർട്ടിന്റെ കാര്യം പറഞ്ഞാൽ ഫ്ലൈറ്റിന്റെ അത്ര പോലെ ഒരു ചെറിയൊരു എയർപോർട്ടും മാതിരി ചെറിയ എയർപോർട്ട്. നമ്മളവിടുത്തെ ഓഡിറ്റോറിയം ഇതിൻകാട്ടും വലുപ്പുണ്ടാവും. അങ്ങനെ അവിടുത്തെ ഇമിഗ്രേഷനൊക്കെ കയറി. ഇതാണ് എയർപോർട്ടിന്റെ പുറത്തെ അവസ്ഥ. ചെറിയ എയർപോർട്ട് കയറിയപ്പോൾ ചെറിയ എയർപോർട്ട്, നമ്മളവിടുത്തെ ഓഡിറ്റോറിയം ഇതിൻകാട്ടും വലുതുണ്ടാവും. ഇത് നമ്മുടെ ശ്രീലങ്കയിലെ ഓട്ടോറിക്ഷയാണ്. അവിടെ ഓട്ടോറിക്ഷയ്ക്ക് ടുക് ടുക് എന്നാണ് പറയുക. ഓട്ടോറിക്ഷയിൽ ജാഫ്ന ബസ് സ്റ്റേഷനിലേക്ക് പോവാണ്. ബസ് സ്റ്റേഷനിലേക്ക് ആകെ 20 മിനിറ്റ് യാത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഓക്കെ, ബൈ.